വലിയേട്ടനില്ല, വർക്ക്ഷോപ്പിൽ പോയി. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വെച്ച് റിപ്പയർ ഒന്നും ചെയ്യാറില്ല. ചെക്കൻ ഒരു തടി വെച്ചത് കണ്ടില്ലേ? രാജു ആണല്ലേ? അതെ. നമ്മൾ കാണുമ്പോ ഒരു പൊടിക്കുപ്പിയുടെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നിട്ട് കാര്യമില്ലെങ്കിൽ ഞങ്ങൾ അല്പം ഇരിക്കാം. ഇരിക്കണ്ട, ഞാൻ ഒരു കിടക്ക കൊണ്ടുവരാം. അല്പം കിടക്കാം. ആ, എന്നാ കിടക്കൊണ്ടുവാ. കിടക്കൊണ്ടുവാ. എന്തോ നാടായത്? അല്ല, ഇത് ആരൊക്കെയത്? രാമേന്ദ്ര, ഒരാഴ്ചയായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശാരദ കയറുക. അയ്യോ, എന്റെ അശ്വതി മോളല്ലേ? മോക്ക് ഓർമ്മയുണ്ടോ എന്നെ? അതെ, ചേച്ചിയുടെ ഇളയത്ത് വലിയ മോശമില്ല കേട്ടോ. എന്തുണ്ടായി? അല്ല, ഒന്നുമില്ല. അവൻ മഹാ താണ്ടോന്നിയാ. നീ എന്ത് വഴിയാണ് ഒപ്പിച്ചത്? ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? നിന്റെ കുഞ്ഞമ്മാവൻ, അമേരിക്കയിലെ രാമേന്ദ്രൻ. ലതേ, ലതേ, ആ നീ വാ. ദേ, നിന്റെ കുഞ്ഞമ്മാവൻ വന്നിരിക്കുന്നു. എന്ത് മനുഷ്യനാണോ താൻ? ഞങ്ങളൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോകരുതോ? എന്റെ മേൽവിലാസം ഉണ്ടായിരുന്നല്ലോ. കുമാരേട്ടൊരു കത്തയക്കാൻ പാടില്ലേ? അതീ പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ. നിന്ന് തിരിയാൻ സമയമില്ല. അതുള്ളതാ. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ തിരക്കാം. എടാ, ആ കാറ് തുറന്ന് കുഞ്ഞമ്മാവിന്റെ പെട്ടിയും സാധനങ്ങളും ഇങ്ങനെ എടുത്തോണ്ടോ? പറ്റില്ല. പറ്റില്ലെന്നോ? ലോഡ് ഇറക്കാനുള്ള അവകാശം ഈ ലോകത്ത് യൂണിയൻകാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇറക്കിയെന്ന് അവരറിഞ്ഞാൽ പ്രശ്നമാവും. നേതാവാ, രാഷ്ട്രീയ പ്രബുദ്ധനാ. ആ, നീ ചായക്ക് വെള്ളം വെക്ക്. ശാരദ ഇരിക്ക്. അശ്വതി ഇപ്പോഴും ഊട്ടി തന്നെയാണോ പഠിക്കുന്നത്? അവൾ ഊട്ടിൽ നിന്നൊക്കെ വിട്ടു. കുറച്ചു നാളായിട്ട് അവളിവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഉണ്ട്. ഇവിടെ അടുത്തോ? ആ, ഇവിടെ അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജ് ഇല്ലേ, അവിടെ. ഞങ്ങൾ എപ്പോഴും അവൾക്ക് കത്ത് എഴുതാറുണ്ട്, ചേച്ചി ഒന്ന് കാണാൻ. എന്ത് കാര്യം, അനുസരിക്കണ്ടേ? എന്തൊരു കഥയാ ഈശ്വര ഇതൊക്കെ. ആ, അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ? നിങ്ങൾ രണ്ടാളും നാട്ടിൽ വരുമ്പോഴൊന്നും ഇവിടെ വരാറില്ലല്ലോ. 9 കൊല്ലത്തിനിടയില് ആകെ 3 തവണയാ വന്നത്. അശ്വതി ഊട്ടിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുക പതിവ്. ആകെ 10-15 ദിവസം ഉണ്ടാവുക. അശ്വതി ഇപ്പോ ഏത് ക്ലാസ്സിലാ? BSc ഫസ്റ്റ് ഇയർ. എന്താ അവൾക്ക് ഒരു മനുഷ്യ പറ്റില്ലാത്തത്? അങ്ങനെ അവളുടെ പ്രകൃതം. ലതേ, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അമേരിക്കയിൽ നിർത്താൻ കൊള്ളില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നമ്മളൊക്കെ വളർന്ന ചുറ്റുപാടും ഒന്ന് വേറെയാണല്ലോ. ഇല്ല, ഇനി അധികമില്ല. 1-2 കൊല്ലത്തിനകം ഞങ്ങൾ അവിടം വിട്ട് പോരുക. തറവാടും നാട്ടിലില്ലാതെ കിടക്കുകയല്ലേ. ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥമായി കഴിയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെയും ആഗ്രഹം അതാ രാമേന്ദ്ര. പക്ഷെ കമ്മിറ്റിക്കാർ സമ്മതിക്കണ്ടേ? ഞാനില്ലാതെ ഒരു തീരുമാനം അവരെടുക്കില്ല. ഇപ്പൊ തന്നെ തെക്കേനട മാറ്റിക്കെട്ടാനുള്ള ശ്രമദാനം നടക്കുക. ദൈവത്തിന്റെ കാര്യമല്ലേ രാമേന്ദ്ര, ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ? അതെ അതെ. 1927 കേട്ടോ, 27 മഹാത്മാഗാന്ധി ചോറ്റാനിക്ക് വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയാമോ? എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതല്ല, ഞാൻ പറയാം. വക്കൽ സത്യാഗ്രഹത്തിന് വക്കത്ത് വന്നപ്പോ പറഞ്ഞതല്ല. ശരീരം മുഴുവൻ വേർപ്പാ. എന്നാ പോയി കുളിച്ചിട്ട് വരും. പറയേ. അതുകൊണ്ട്